പ്രിയ വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 വിഷയത്തിന്റെ ഭാഗമായി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 6ാമത്തെ അധ്യായം ഫ്രം ദി ലാൻഡ് ഓഫ് ചോലാസ് ടു ഡൽഹി, ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഈ അധ്യായത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രധാനമായും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, വളരെ ചുരുക്കി എഴുതാവുന്ന രീതിയിലേക്കുള്ള 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോലെ 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 6 മാർക്കിന്റെയും വിശദീകരിച്ച് എഴുതേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നാം പരിചയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇത്തരത്തിലുള്ള 3 തരം ചോദ്യങ്ങളെയും നാം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായി ഈ അധ്യായത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിൽ നാം പരിചയപ്പെടുത്തുകയാണ്. ഏവർക്കും വിൻട്രസ്റ്റ് ട്രാവൽ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീഡിയോയിലും നാം പറയാവുന്നത് പോലെ ഒരു അധ്യായം നാം പഠിക്കാൻ തയ്യാറാകുന്ന സമയത്ത് പ്രധാനമായും ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് ആ അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ്. ഓക്കെ, ഈ അധ്യായത്തിനെ അടിസ്ഥാനമാക്കിയും പ്രധാനമായും 3 ആശയങ്ങൾ ഒരു വിദ്യാർത്ഥി ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോഴേക്കും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ആ 3 ആശയങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അധ്യായം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയപ്പെടുന്നത് ചോള രാജ്യം, ചോള എംപയർ എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ തന്നെയാണ്. ഈ ആശയത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചോള രാജ്യത്തിന്റെ കാർഷിക പുരോഗതി എന്തെല്ലാമായിരുന്നു, അതുപോലെ ചോളന്മാരുടെ വാണിജ്യം, കച്ചവടം, ട്രേഡ് എങ്ങനെയായിരുന്നു, ചോള രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങളുടെ പങ്ക് എന്തായിരുന്നു, അതുപോലെ തന്നെ ചോളന്മാരുടെ ഭരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു, ചാലുക്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, ചോള ചാലുക്യ ഭരണങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്യുക. ഇതെല്ലാം ഈ അധ്യായത്തിന്റെ ഭാഗമായി പ്രധാനമായിട്ടും പഠിക്കേണ്ട ആശയങ്ങളാണ്. ഓക്കെ, ഇതാണ് 1ാമത്തെ ആശയമായി നാം മുന്നോട്ട് വെക്കുന്നത്. ഇനി 2ാമത്തെ ആശയം, ഈ അധ്യായം പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട 2ാമത്തെ ആശയം എന്ന് പറയപ്പെടുന്നത് ത്രികക്ഷികൾ. ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ത്രികക്ഷികൾ, 3 കക്ഷികളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പ്രധാനമായും പാലന്മാർ, പ്രതിഹാരന്മാർ, രാഷ്ട്രകൂടർ എന്ന് പറയുന്ന 3 ആളുകൾ, ഇവരെ കുറിച്ചുള്ള കൃത്യമായ ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഡൽഹിയിലെ സുൽത്താനത്ത് ഭരണകാലം, ഓക്കെ, ഡൽഹിയിലെ സുൽത്താനത്ത് ഭരണകാലം, ഡൽഹി സുൽത്താൻമാരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ പ്രധാനമായിട്ടും കമ്പോള പരിഷ്കരണം, സുൽത്താനത്ത് ഭരണകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം, ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെ സാംസ്കാരിക വളർച്ച, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിന്റെ ഭാഗമായി നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന ആശയങ്ങളാണ്. ഈ ആശയങ്ങളെ അടിസ്ഥാനമാക്കി, ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നത്, അതിന്റെ ഉത്തരങ്ങൾ പരിചയപ്പെടുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നീങ്ങാം. വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്, ഫ്രം ദി ലാൻഡ് ഓഫ് ചോലാസ് ടു ഡൽഹി. ഈ അധ്യായത്തിൽ നിന്നും പ്രധാനമായും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ അഥവാ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് നാം ആദ്യം നിങ്ങൾക്ക് മുൻപാകെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ചോള രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ചോള രാജ്യത്തിന്റെ ആസ്ഥാനം തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോള മണ്ഡലം എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ്. ചോള രാജ്യത്തിന്റെ സമ്പദ് സമൃദ്ധിക്ക് ഏറ്റവും സഹായകമായ നദി ഏതാണ്? ചോള സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ചോള രാജ്യത്തിന്റെ സമ്പദ് സമൃദ്ധിക്ക് ഏറ്റവും സഹായകമായ നദി എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്.
ഓക്കെ, ഇതെല്ലാം ഓരോ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇവിടെ ഒരു ഭൂപടം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭൂപടം നിരീക്ഷിച്ച് ചോളന്മാരുടെ വാണിജ്യ ശൃംഖല ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ വ്യാപിച്ചിരുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, ഇവിടെ ഒരു ഭൂപടം നൽകിയിട്ടുണ്ട്. ഈ ഭൂപടത്തെ അടിസ്ഥാനമാക്കിയാണ് ചോളന്മാരുടെ വിദേശ വാണിജ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ ശൃംഖല, വാണിജ്യ ശൃംഖല ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഭൂപടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മ്യാൻമാർ, ഇന്തോനേഷ്യ, മലേഷ്യ, കംബോഡിയ, തായ്ലൻഡ്, സുമാത്ര ഇതെല്ലാം വാണിജ്യ കമ്പോളങ്ങളായിട്ട് കണക്കാക്കുന്നു. വാണിജ്യ ശൃംഖലയാണ് ചോളന്മാരുടെ. ഓക്കെ, നാലാമത്തെ ചോദ്യം. സിഇ 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചാലൂക്യരുടെ ഭരണകേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കുന്നത് വാതാപി, വെങ്കി, കല്യാണി തുടങ്ങിയ പ്രദേശങ്ങളാണ്. ഇനി 5-ാമത്തെ ചോദ്യം. മറ്റൊരു ഭൂപടം നമുക്കിവിടെ കാണാം. ആ ഭൂപടം വിശകലനം ചെയ്ത് ചാലൂക്യന്മാരുടെ അധികാര കേന്ദ്രങ്ങൾ ഇന്നത്തെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ആയിരുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് നിറത്തിലായി നൽകിയതാണ് ചാലൂക്യന്മാരുടെ ഭരണപ്രദേശം എന്ന് പറയപ്പെടുന്നത്. ഈ പ്രദേശം ഇന്നത്തെ ഏതെല്ലാം സംസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ ചാലൂക്യന്മാരുടെ ഭരണം നിലനിന്നിരുന്നു. 6-ാമതായി ചോദിച്ചിരിക്കുന്നത് നോക്കാം. നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചോള ചാലൂക്യ ഭരണത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്യുക. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ, അതല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ, വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതുപോലെ സവിശേഷതകളാണ് എഴുതേണ്ടത്. സവിശേഷതകൾ ഓരോന്നും കൃത്യമായി അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഇവിടെ പ്രധാനമായിട്ടും ചോളന്മാരുടെ ഭരണത്തിന്റെ സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത് കേന്ദ്രീകൃത ഭരണം. ചോള ഭരണകൂടത്തിൽ അത് നിലനിന്നിരുന്നു. ചാലൂക്യന്മാരിൽ അത് എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് അതുപോലെ തന്നെ സമാന്ത വാഴ്ച ചോള ഭരണത്തിൽ നിലനിന്നിരുന്നില്ല. എന്തായിരുന്നു ചാലൂക്യ ഭരണത്തിന്റെ അവസ്ഥ? പ്രാദേശിക ഭരണം ചോള ഭരണത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ചാലൂക്യ ഭരണത്തിൽ നിലനിന്നിരുന്നില്ല. ക്ഷേത്രങ്ങളുടെ സ്വാധീനം ചോള ഭരണത്തിൽ ഉണ്ടായിരുന്നു. ചാലൂക്യ ഭരണത്തിൽ എങ്ങനെയായിരുന്നു ക്ഷേത്രങ്ങളുടെ സ്വാധീനം? ഇത് കൃത്യമായി കണ്ടെത്തി എഴുതുവാനാണ്. ആൻസർ വരുന്നത് എ നിലനിന്നിരുന്നില്ല, ബി നിലനിന്നിരുന്നു, സി നിലനിന്നിരുന്നു, ഡി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പട്ടിക കൃത്യമായി നോക്കി മനസ്സിലാക്കി അതിന്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കുക എന്നതാണ്. 7-ാമതായി ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി ആരാണ്? ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി ആരാണ്? ഓക്കെ, പുലികേശി രണ്ടാമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരിയെ കണക്കാക്കുന്നത്. ത്രികക്ഷികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ത്രികക്ഷികൾ പാലന്മാർ, പ്രതിഹാരന്മാർ, രാഷ്ട്രകൂടർ ഇവരെയാണ് ത്രികക്ഷികൾ എന്നറിയപ്പെടുന്നത്. വിശ്വവിജ്ഞാന കേന്ദ്രമായ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിച്ച പാല ഭരണാധികാരി ആരാണ്? ഓക്കെ, വിശ്വവിജ്ഞാന കേന്ദ്രമായ നളന്ദ സർവകലാശാല പുനരുദ്ധരിച്ച പാല ഭരണാധികാരി ധർമ്മപാലൻ. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓക്കെ, പാല രാജാവായ ധർമ്മപാലൻ തന്നെയാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. പാലന്മാരുടെ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ആരായിരുന്നു? പാലന്മാരുടെ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യൻ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ പ്രതിഹാരന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി ആരായിരുന്നു? ഭോജൻ എന്ന വ്യക്തിയാണ് ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി. 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഡക്കാനിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഭരണാധികാരികൾ ആരെല്ലാമാണ്? രാഷ്ട്രകൂടർ എന്നറിയപ്പെടുന്ന ഭരണാധികാരികളാണ് 8-10 നൂറ്റാണ്ട് വരെ ഡക്കാനിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഭരണാധികാരികൾ. ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികൾ ആരെല്ലാമാണ്? ഗോവിന്ദൻ മൂന്നാമൻ, അമോഘവർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഡൽഹിയിലെ സൽത്താനത്ത് കാലത്തെ രാജവംശങ്ങൾ ഏതെല്ലാം? ഓക്കെ, നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡൽഹിയിലെ സൽത്താനത്ത് കാലത്തെ രാജവംശങ്ങൾ എന്ന് പറയപ്പെടുന്നത്
മംലൂക്ക്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി ഈ ഭരണകൂടങ്ങളാണ് സുൽത്താനത്ത് ഭരണകൂടത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ആരാണ്? 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ഇബ്നു ബത്തൂത്ത എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 17-ാമത്തെ ചോദ്യം നോക്കാം. ചോള കാലഘട്ടത്തിലെ പ്രമുഖമായ തീരദേശ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? നാഗപട്ടണം, മഹാബലിപുരം, കാവേരിപട്ടണം, ഷാലിയൂർ, കോർഖെ തുടങ്ങിയ പ്രദേശങ്ങളാണ് ചോള കാലഘട്ടത്തിലെ പ്രമുഖമായ തീരദേശ വാണിജ്യ കേന്ദ്രങ്ങൾ. കല, സാഹിത്യം എന്നീ രംഗങ്ങളിൽ പ്രതിഹാരന്മാർ നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ്? സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവുമായ രാജശേഖരൻ പ്രതിഹാരയുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. ഉത്തർപ്രദേശിലെ കനൌജിൽ മനോഹരങ്ങളായ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. ഇവയെല്ലാം ഈ ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായ കല, സാഹിത്യം എന്നീ രംഗങ്ങളിലെ പ്രതിഹാരന്മാർ നൽകിയ സംഭാവനകൾക്ക് ഉദാഹരണങ്ങളാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായി ഈ അധ്യായത്തിന്റെ ഭാഗമായി നാം ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഷോർട്ട് ആൻസർ എന്ന രീതിയിലേക്ക്, വിവരിക്കുക എന്ന രീതിയിലേക്ക് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന രീതിയിലേക്കുള്ള ചെറു വിവരണ ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ നോക്കാം. ചോള രാജ്യത്തിന്റെ പുരോഗതിക്ക് കാവേരി നദി എങ്ങനെയെല്ലാമാണ് സഹായകമായത്? ഓക്കെ, ചോള രാജ്യത്തിന്റെ പുരോഗതിക്ക് കാവേരി നദി സഹായകമായത് എങ്ങനെയെല്ലാം? കൃത്യമായിട്ട് ഇവിടെ ഒരു ചെറിയ ആൻസർ നൽകുന്നുണ്ട്. കുട്ടികൾ അത് വായിച്ചു നോക്കുക. ഇത് അടിസ്ഥാനമാക്കി ഈ കാര്യങ്ങളെയും നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദീകരിച്ചെഴുതുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. 2-ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ചോള രാജ്യത്തിലെ കാർഷിക മിച്ചോൽപാദനം വാണിജ്യ പുരോഗതിയെ എത്രത്തോളം സ്വാധീനിച്ചു? വിശകലനം ചെയ്യുക. ഓക്കെ, ചോള രാജ്യത്തിലെ കാർഷിക മിച്ചോൽപാദനം വാണിജ്യ പുരോഗതിയെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വിശകലനം ചെയ്യാനാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഉത്തരം. കുട്ടികളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഈ ഉത്തരം കൃത്യമായിട്ട് വായിച്ചു നോക്കി ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വയം എഴുതാവുന്ന ശേഷിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. അടുത്ത ചോദ്യം, ചോള ഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക എന്നതാണ്. പട്ടികയായി നൽകിയിട്ടുള്ള നികുതികൾ, സൈന്യം, ഗ്രാമ സ്വയംഭരണം. ഓക്കെ, ചോള ഭരണവുമായി ബന്ധപ്പെട്ട നികുതികൾ ഏതെല്ലാമായിരുന്നു? സൈന്യം എങ്ങനെയുള്ളതായിരുന്നു? ഗ്രാമ സ്വയംഭരണത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഉത്തരം നോക്കാം. ചോള ഭരണവുമായി ബന്ധപ്പെട്ട നികുതികൾ എന്ന് പറയപ്പെടുന്നത് ഭൂനികുതി, വനങ്ങളുമായി ബന്ധപ്പെട്ട നികുതി, ഖനികളുമായി ബന്ധപ്പെട്ട നികുതി, ഉപ്പിന് മേലുള്ള നികുതി, കച്ചവട നികുതി, തൊഴിൽ നികുതി, വെട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന നികുതി, ഇതെല്ലാം നിലനിന്നിരുന്നു. സൈന്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നാവികപ്പട ഉൾപ്പെടെയുള്ള ശക്തമായ സൈന്യം ചോള ഭരണകൂടത്തിനും ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളുടെ സ്വയംഭരണം പ്രധാനമായിട്ടും 2 പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്ന് ഉർ എന്ന പേരിലും മറ്റൊന്ന് സഭ എന്ന പേരിലുമാണ്. ഷോർട്ട് ആൻസർ ടൈപ്പിൽ 4-ാമത്തെ ചോദ്യം, ചോള രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ചോള രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ എന്ന് പറയപ്പെടുന്നത് കാഞ്ചിപുരം, ഗംഗൈക്കൊണ്ട ചോളപുരം, നാഗപട്ടണം, മധുര, ഇതെല്ലാം ചോള രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ്. ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചാലൂക്യ ക്ഷേത്ര നിർമ്മാണത്തെ വളരെയധികം സ്വാധീനിച്ചു. വിലയിരുത്തുക. ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചാലൂക്യ ക്ഷേത്ര നിർമ്മാണത്തെ വളരെയധികം സ്വാധീനിച്ചു. വിലയിരുത്തുക. ഓക്കെ, എന്തായിരുന്നു ദക്ഷിണേന്ത്യയുടെ പ്രത്യേകത? കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കി വായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. പാല രാജാക്കന്മാരുടെ വൈദേശിക ബന്ധത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പാല രാജാക്കന്മാർക്ക് വിദേശ രാജ്യങ്ങളുമായി ഏതെല്ലാം രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുവാനാണ് ഇവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഇത് വായിച്ചു മനസ്സിലാക്കി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം എഴുതുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ മാറി വരേണ്ടതുണ്ട്. രാഷ്ട്രകൂട ഭരണാധികാരികൾ മതസഹിഷ്ണുത പുലർത്തിയിരുന്നു. ഈ പ്രസ്താവന സാധൂകരിക്കുക.
രാഷ്ട്രകൂട ഭരണാധികാരികൾ, ത്രികക്ഷികളിലെ ഒരു കക്ഷിയായ രാഷ്ട്രകൂട ഭരണാധികാരികൾ മതസഹിഷ്ണുത പുലർത്തിയിരുന്നു. ഈ പ്രസ്താവന സാധൂകരിക്കുക. ഓക്കെ, ഒരു ഉദാഹരണ സഹിതമുള്ള ഉത്തരം ഇവിടെ നൽകുന്നുണ്ട്. കുട്ടികൾ ഇതൊന്ന് വായിച്ചു നോക്കി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കണം. സുൽത്താൻ കാലഘട്ടത്തിലെ വ്യാപാരത്തിന്റെ വളർച്ചയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കുക എന്ന ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പോയിന്റ് അടിസ്ഥാനമാക്കിയല്ല നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്, വിശദീകരിച്ച് എഴുതാൻ ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ ഉൾക്കൊള്ളേണ്ട പോയിന്റുകൾ, സൂചകങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ നൽകുന്നത്. മറ്റെല്ലാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വിശദീകരണ കഴിവ് ഉപയോഗപ്പെടുത്തി പുസ്തകത്തിന്റെയും നമ്മളിവിടെ കാണിക്കുന്ന ഉത്തരത്തിന്റെയും ഒക്കെ ധാരണകൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശദീകരിച്ച് എഴുതുവാനുള്ള കഴിവിലേക്ക് കുട്ടികൾ എത്തിച്ചേരണം. ഓക്കെ, സൽത്താനത്ത് ഭരണകാലത്തെ വ്യാപാരത്തിന്റെ വളർച്ച നഗരങ്ങളും നഗരജീവിതവും സുദൃഢമാക്കുന്നതിന് കാരണമായി. പ്രസ്താവന സാധൂകരിക്കുക. സൽത്താനത്ത് ഭരണകാലത്തെ വ്യാപാരത്തിന്റെ വളർച്ച നഗരങ്ങളും നഗരജീവിതം സുദൃഢമാക്കുന്നതിനും കാരണമായി. ഈ പ്രസ്താവന സാധൂകരിക്കുക. ഇവിടെ നമുക്കൊരു ഉത്തരം ചെറിയ രീതിയിൽ നൽകുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം സുൽത്താനത്ത് ഭരണകാലത്തെ വ്യാപാരത്തിന്റെ വളർച്ച ആ നാടിന്റെയും ജനജീവിതത്തിന്റെയും വളർച്ചയ്ക്ക് എത്രമാത്രം സഹായകമായിട്ടുണ്ട് എന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ അധ്യായത്തിന്റെ ഭാഗമായിട്ടുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ അധ്യായത്തിന്റെ ഭാഗമായ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, കുട്ടികൾക്ക് വിശദീകരിച്ച് 4 മാർക്കിനും 5 മാർക്കിനും 6 മാർക്കിനും ഒരു അര പേജും 1 പേജും 1.5 പേജും ഒക്കെ എഴുതാവുന്ന രീതിയിലേക്ക് നിങ്ങൾ അറിവ് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായി, ചോളരാജ്യ ഭരണാധികാരികൾ കാർഷികാഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. കാർഷിക മേഖലയെ ഡെവലപ്പ് ചെയ്യുന്നതിന്, വളർത്തിയെടുക്കുന്നതിന് ചോളരാജ ഭരണാധികാരികൾ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇത് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ് തയ്യാറാക്കേണ്ടത്. ചോളരാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. ഈ പ്രസ്താവന വിലയിരുത്തുക. ചോളരാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങളുടെ പങ്ക് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചാലൂക്യരുടെ ക്ഷേത്ര നിർമ്മാണ വൈഭവത്തിന് പ്രശസ്തിയാർജിച്ച വാദായിലെ ക്ഷേത്രം, പട്ടടൈക്കലിലെ വിരൂപ ക്ഷേത്രം, ഐഹോളിലെ മുകുട്ടി ജൈനക്ഷേത്രങ്ങൾ എന്നിവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? 5 മാർക്കിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. 3 പ്രധാന ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളാണ്. നിർമ്മാണത്തിലും മറ്റുമൊക്കെയുള്ള പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിങ്ങൾ വിശദീകരണങ്ങളാണ് എഴുതേണ്ടത്. രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു. പ്രസ്താവന സാധൂകരിക്കുക. രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നത് നിങ്ങളുടെ ആ അധ്യായത്തിന്റെ പഠനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ നേടിയെടുത്ത അറിവിനെ കൃത്യമായി ഉത്തരരൂപത്തിലേക്ക് മാറ്റി എഴുതുവാൻ ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരമായ കമ്പോള നിയന്ത്രണത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അലാവുദ്ദീൻ ഖിൽജി, ഓക്കെ, അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരമായ കമ്പോള നിയന്ത്രണത്തിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി സുൽത്താൻ ഭരണകാലഘട്ടത്തിൽ കാർഷിക രംഗത്തുണ്ടായ പുരോഗതി വിലയിരുത്തുക. ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സുൽത്താൻ ഭരണകാലഘട്ടത്തിൽ കാർഷിക രംഗത്തുണ്ടായ പുരോഗതി എന്തൊക്കെയാണ്? സുൽത്താൻ ഭരണകാലത്തെ സാമൂഹിക ജീവിതത്തെ സവിശേഷതകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സുൽത്താൻ ഭരണകാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള സവിശേഷതകളെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി അവസാനത്തെ ഒരു ചോദ്യമായി കണക്കാക്കുന്നത് സുൽത്താനത്ത് കാലത്തെ സാംസ്കാരിക ജീവിതത്തിന്റെ സവിശേഷതകൾ. ഓക്കെ, സാംസ്കാരികമായിട്ട് ഉണ്ടായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമാണ്? പ്രിയ വിദ്യാർത്ഥികളെ,
ഈ ഒരു അധ്യായം പ്രധാനമായിട്ടും ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മാച്ച് ദ ഫോളോയിങ് പോലുള്ള പട്ടികപ്പെടുത്തൽ പോലുള്ള ചോദ്യങ്ങൾ ഇത് നമ്മൾ എന്ത് ചെയ്തു നോക്കി. ഓക്കെ, അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചെറിയ കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കി എഴുതേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ലോങ് ആൻസർ 4 മാർക്കിനും 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ഭാഗമായി നാം ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി ചോദ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അധ്യായ പഠനത്തിന്റെ ഭാഗമായി അധ്യായത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൂടെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉത്തരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എഴുതിയെടുക്കുവാനും പഠിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കുക. ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.